നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് BJP മാർച്ച്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി. ആരെതിർത്താലും ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ ദിവ്യാംഗന്മാർക്കുള്ള മന്ദിരം നഗരസഭ നിർമ്മിക്കുമെന്ന MT രമേശ്. വനം മന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ല എങ്കിൽ രാജിവെക്കണമെന്ന് സീറോ മലബാർ സഭ. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച ആതിരപ്പള്ളിയിൽ ജനകീയ ഹർത്താൽ. വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി BJP. പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ മുനമ്പത്തുകാർ. ഈസ്റ്ററിന് ശേഷം കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മന്ത്രി കിരൺ റിജിജുവിൻ്റെ മുനമ്പം സന്ദർശനത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമമെന്ന് V മുരളീധരൻ. PF അക്കൗണ്ട് ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമം. അധ്യാപകൻ സെയ്ദലവി മലപ്പുറത്ത് അറസ്റ്റിൽ. സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ വൻ തട്ടിപ്പ്. ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തത് 78 ലക്ഷം രൂപ. ക്ലാർക്ക് സംഗീതിനെതിരെ പോലീസിൽ പരാതി. നാഷണൽ ഹെറാൾഡ് കേസിൽ വിരളി പൂണ്ട് കോൺഗ്രസ്. മുഖം രക്ഷിക്കാൻ ED ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം. സമരം മുൻ അധ്യക്ഷ സോണിയ, പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവർക്കെതിരെ ED കുറ്റപത്രം നൽകിയതിന് പിന്നാലെ. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ച് മുഖ്യമന്ത്രി. തള്ളിയത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ. പിണറായിയിൽ വീണ്ടും ദേവസ്വം ഭൂമി കയ്യേറി റെസ്റ്റ് ഹൗസ് നിർമ്മാണം. നടപടി ക്ഷേത്രം ഊരാളൻ കളക്ടർക്ക് നൽകിയ പരാതി നിലനിൽക്കെ. നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തം. ഇന്ന് A ശ്രീനിവാസൻ ബലിദാന ദിനം. RSS പ്രവർത്തകൻ ശ്രീനിവാസനെ PFI ഭീകരർ പാലക്കാട്ട് കൊലപ്പെടുത്തിയിട്ട് 3 വർഷം. വിശദമായ വാർത്തകളിലേക്ക്. ദിവ്യാംഗരെ അപമാനിച്ച പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാഹുൽ ദിവ്യാംഗരോട് മാപ്പ് പറയണമെന്ന് തൃശൂർ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. BJP ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ രാഹുലും കോൺഗ്രസും രാഷ്ട്രപതി ഓഫീസ് വരെ കയറിയിറങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നഗരസഭ ആക്രമിച്ചിട്ടും രാഹുലിനെതിരെ യാതൊരുവിധ നടപടി എടുക്കുന്നില്ല എന്ന് BJP നേതാവ് MT രമേശും ആരോപിച്ചു. നഗരസഭാ ഭരണത്തെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും തയ്യാറാകുന്ന അപവാദ പ്രചരണം നടത്തുന്ന MLA ഈ നഗരത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. നിങ്ങൾ BJP ആക്ഷേപിച്ച ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയെയും BJP നേതാക്കന്മാരെയും BJP പ്രവർത്തകന്മാരെയും നിങ്ങൾക്ക് ആക്ഷേപിക്കാം. പക്ഷെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് BJP അല്ലല്ലോ. നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഈ നഗരത്തിലെ ജനങ്ങളെയാണ്. ആ നഗരത്തിലെ ജനങ്ങളാണ് BJP അധികാരം ഏൽപ്പിച്ചത്. വയനാട്ടിൽ വനം വകുപ്പ് സ്ഥാപിച്ച റോപ്പ് ഫെൻസിംഗ് ഒരാഴ്ചക്കിടെ കാട്ടാന തകർത്തു. ഇത് 2ാം തവണയാണ് വയനാട് പാൽവെളിച്ചത്ത് സ്ഥാപിച്ച ഫെൻസിംഗ് കാട്ടാന തകർക്കുന്നത്. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നാണ് കർഷകരുടെ പരാതി. പാൽവെളി
പാൽവെളിച്ചം മുതൽ കൂടൽക്കടവ് വരെ വനാതിർത്തിയോട് ചേർന്ന് 3.5 കോടി രൂപ മുടക്കിയാണ് ഫെൻസിംഗ് നിർമ്മിച്ചത്. ഒരാഴ്ച മുൻപ് പ്രവൃത്തി പൂർത്തിയാക്കിയ റോപ്പ് ഫെൻസിംഗിന്റെ 12 മീറ്ററോളം ഭാഗം ഒരൊറ്റ രാത്രി കൊണ്ട് ആന തകർത്തിരുന്നു. തകർന്ന ഭാഗത്തൂടെ കൃഷിയിടത്തിൽ പ്രവേശിച്ച കാട്ടാന വലിയ നാശനഷ്ടമാണ് വരുത്തിയത്. വിവിധയിടങ്ങളിലെ കൃഷികൾ കാട്ടാന നശിപ്പിച്ചു. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് പദ്ധതിക്ക് നിർമ്മാണാനുമതി ലഭിച്ചത്. റോപ്പ് ഫെൻസിംഗ് പൂർത്തിയായാൽ പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ നാട്ടുകാരുടെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിയാണ് ഒരാഴ്ചക്കിടെ 2 പ്രാവശ്യം ഫെൻസിംഗ് തകർത്ത് കാട്ടാന കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. കുറച്ചു കാലമായി വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് മറ്റ് പ്രക്ഷോഭങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഒരു പദ്ധതി രൂപീകരിച്ചത്. റെയിൽ ഫെൻസിംഗ് അത് മാറ്റി വീണ്ടും റോപ്പ് ഫെൻസിംഗ് ആക്കി ആ പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം പണി പൂർത്തിയാകുന്നവൻ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചകളിലും ആന സുഗമമായിട്ട് അത് തകർത്ത് അകത്ത് തീർന്നു. അപ്പോൾ ഇത് പരീക്ഷിച്ച് വിജയിക്കാത്ത ഒരു പദ്ധതിയാണ് ഇതിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ പദ്ധതി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ആവിഷ്കരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യണം. കൂടാതെ അവരിൽ നിന്ന് ഇതിന് വലിയ നഷ്ടവും തിരിച്ചെടുക്കപ്പെടണമെന്നാണ് നമ്മുടെ ഈ കർഷകരുടെ ആവശ്യം. പിന്നെ ഫെൻസിങ്ങിൻ്റെ ഇതിൽ ആദ്യം മുതലേ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ചതായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ബാവലി മുതൽ കൂടൽക്കടവ് വരെ 10 കിലോമീറ്റർ റെയിൽ ഫെൻസിങ് ആയിരുന്നു ആദ്യം പറഞ്ഞത്. ഇത് പിന്നെ എന്തിൻ്റെ പേരിലാണോ അത് പിന്നെ 3 കിലോമീറ്ററോളം റോപ്പ് ഫെൻസിങ് ആണ് വന്നത്. അതും സാധാരണ ജനങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫെൻസിംഗിന്റെ 2 തൂണുകൾ ആന തകർത്തിരുന്നു. ഒരാഴ്ച മുൻപ് ഫെൻസിംഗ് കാട്ടാന തകർത്തപ്പോൾ അറ്റകുറ്റപ്പണി നടത്തി. എന്നാൽ ഇതേ ഭാഗം കഴിഞ്ഞ രാത്രിയിൽ വീണ്ടും തകർക്കുകയായിരുന്നു. പാൽവെളിച്ചം മുതൽ കൂടൽക്കടവ് വരെ 200-ലേറെ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ജനം, വയനാട്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോഴും നിഷ്ക്രിയത്വം തുടർന്ന് വനം വകുപ്പ്. കഴിഞ്ഞ 3 മാസത്തിനിടെ വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത് 18 പേർക്കാണ്. അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് തേടുന്നതൊഴിച്ചാൽ മന്ത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് വിമർശനം. ഗുരുതര ആരോപണങ്ങളാണ് സംസ്ഥാനത്തെ വനം മന്ത്രിക്കെതിരെ ഉയരുന്നത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ പെരുകുമ്പോഴും വനമന്ത്രി നിഷ്ക്രിയത്വം പാലിക്കുന്നുവെന്നാണ് വിമർശനം. ആക്രമണങ്ങളുണ്ടായാൽ റിപ്പോർട്ട് തേടുന്നതും അന്വേഷണം പ്രഖ്യാപിക്കുന്നതുമാണ് മന്ത്രിയുടെ സ്ഥിരം പല്ലവി. അല്ലാതെ കൃത്യമായ ഇടപെടൽ നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ 3 മാസത്തിനിടെ 18 മനുഷ്യജീവനുകളാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ പൊരിഞ്ഞത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കാട്ടാനയുടെ ആക്രമണത്തിലെ 3ാമത്തെ മരണമാണ് ഇന്നലെ ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ ഇതിലും എത്രയോ വലുതാകും. വന്യജീവി ആക്രമണങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ തയ്യാറാകാത്തതാണ് ഇത് പെരുകാൻ കാരണം. ഓരോ തവണയും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നതല്ലാതെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനുള്ള നടപടിക്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. ആധുനിക സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. 16,845 കിലോമീറ്ററാണ് സംസ്ഥാനത്തിന്റെ വനാതിർത്തി. ഇതിന് ആനുപാതികമായ വനപാലകരുടെ എണ്ണവും തുലവും തുച്ഛമാണ്. ഇതാണ് മിക്കപ്പോഴും വെല്ലുവിളിയായി ഉയർത്തുന്നത്. ജനം, തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ മുനമ്പം സമരസമിതി. ഈസ്റ്ററിന് ശേഷം സമരസമിതി പ്രതിനിധികളായ 15 പേർ പ്രധാനമന്ത്രിയെ കാണും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുന്നതാണ് ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ വഖഫ് ഭേദഗതി നിയമം. അതിന് നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി മോദി എന്നുള്ള പരിപാടി മുനമ്പത്ത് സംഘടിപ്പിക്കുകയും ചെയ്തു. ആ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെയാണ് നേരിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് മുനമ്പത്തുകാരുടെ ആശങ്ക ദൂരീകരിക്കാൻ അവർക്ക് വിശ്വാസപൂർവ്വം പ്രധാനമന്ത്രിയെ നേരിൽ കാണാനുള്ള അവസരമൊരുങ്ങുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് 15-അംഗ സംഘവും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ച് നൽകിയത്. കൂടുതൽ വിവരങ്ങൾ കിരൺ കുമാർ. വിനോദ്, വഖഫ് ഭേദഗതി നിയമം യാഥാർത്ഥ്യമായ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് നന്ദി അറിയിക്കാനായിട്ട് മുനമ്പത്തെ ജനങ്ങൾ തയ്യാറായിരിക്കുന്നത്. മുനമ്പം സമരസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന 15 നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് അവസരമൊരുങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവർക്ക് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് തങ്ങളുടെ നന്ദി അറിയിക്കണം എന്നുള്ളൊരു ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെയായിരുന്നു ഈ മുനമ്പത്ത് വെച്ച് നന്ദി മോദി എന്ന പേരിൽ വലിയ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിനോടുള്ള തങ്ങളുടെ കൃതജ്ഞത അവർ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ഈ ഒരു പരിപാടിയിലെത്തിയ സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരോട് തങ്ങളുടെ ആവശ്യം മുനമ്പത്തെ ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 15 പേർക്ക്
പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങിയിട്ടുണ്ട്. ഈ സമരസമിതിയുടെ നേതാക്കളായിട്ടുള്ള സിജി ജോസഫ്, ഒപ്പം തന്നെ ഫിലിപ്പ് തുടങ്ങിയ നേതാക്കളും, കൂടാതെ തന്നെ ഈ മുനമ്പം പള്ളിയുടെ വികാരിയായിട്ടുള്ള ആന്റണി സേവ്യർ അടക്കമുള്ള ആളുകളാണ് ഈ 15 പേരുടെ ഈ സംഘത്തിലുള്ളത്. ഇവർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ഉടനെ തന്നെ നടത്തുമെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈസ്റ്ററിന് ശേഷം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനുള്ളൊരു അവസരം ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാവുന്നുണ്ട്. ഏതായാലും എന്നത്തേക്കാണ് തീയതി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിലവിലിപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്നാൽ ഉടനെ തന്നെ ഇതിനുള്ള അവസരമുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഏതായാലും ഈ സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കൾ, BJPയുടെയും സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളൊക്കെ മുനമ്പം സന്ദർശിച്ച സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈസ്റ്ററിന് മുൻപായിട്ട് തങ്ങളുടെ ആവശ്യം അത് കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് അതിലൊരു ഇടപെടൽ നടത്തുമെന്നുള്ളതായിരുന്നു. പ്രധാനമായിട്ടും ജനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആവശ്യം, തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത് വഖഫ് ബോർഡിന് നൽകുന്ന അനധികൃതമായിട്ടുള്ള ചില അധികാരങ്ങളാണ്. ഈ അധികാരങ്ങളുടെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ മുനമ്പത്തേതടക്കമുള്ള ഭൂമിയുടെ മേലിൽ അധിനിവേശം നടത്തിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വഖഫിൻ്റെ അധികാരങ്ങൾ ഇല്ലാതാക്കണം, അതിനുവേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത്. ഈ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അത് യാഥാർത്ഥ്യമാകുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് അവർ തങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറാകുന്നത്. വിനോദ്, മുനമ്പത്തെ ജനങ്ങളാണ് പ്രധാനമന്ത്രിയുമായി നേരിൽ കാണാനുള്ള അവസരമൊരുക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ഇതിന് പ്രത്യേക സമയം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ച് അനുവദിച്ച് നൽകിയത്. ഈസ്റ്ററിന് ശേഷം മുനമ്പം നിവാസികളായ 15 പേർക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തെ നന്ദി അറിയിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ മുനമ്പം സന്ദർശനത്തിന് എതിരായി ഇന്ത്യ സഖ്യം നുണപ്രചാരണം നടത്തുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. കേന്ദ്ര സർക്കാരും BJPയും വാക്കുപാലിച്ചില്ല എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. മുനമ്പത്തെ ജനതയ്ക്കായി ഒരു ചെറുവിരൽ പോലും അനക്കാത്തവരാണ് പ്രസംഗത്തിലെ പരാമർശത്തെ വളച്ചൊടിക്കുന്നതെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. കിരൺ റിജിജുവിന്റെ പരാമർശത്തിലെ ഒരംശമെടുത്ത് ഇന്ത്യ സഖ്യം വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുരളീധരൻ വിമർശിച്ചു. ഇതിലൂടെ കേന്ദ്ര സർക്കാർ മുനമ്പൻ നിവാസികളെ വഞ്ചിച്ചു എന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇത്രയും കാലം ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ആളുകൾ ഇപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വഖഫ് ഭേദഗതി പര്യാപ്തമല്ല എന്നുള്ള വാദവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. വഖഫ് ഭേദഗതി പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ ഏതാണ്ട് 20 മണിക്കൂർ നേരത്തെ ചർച്ച നടന്നു, 2 സഭകളിലും കൂടിയായിട്ട്. ഈ 20 മണിക്കൂറിലെ ചർച്ചയിൽ ഒരിടത്ത് പോലും മുനമ്പത്തെ ജനങ്ങളോട് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയോ അതല്ല വഖഫ് ഭേദഗതിയിൽ അവർക്ക് അനുകൂലമായിട്ട് എടുത്തിരിക്കുന്ന 40-ാം വകുപ്പ് പിൻവലിക്കാനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കുകയോ ചെയ്യാതിരുന്ന ആളുകൾ ഇപ്പം മുനമ്പത്തെ ജനങ്ങളോട് BJP നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തുന്നത് വാസ്തവത്തിൽ ആടിനെ പട്ടിയാക്കലാണ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെയും മുരളീധരൻ വിമർശിച്ചു. മുനമ്പത്തെ ജനതയ്ക്ക് ഭൂമി ലഭ്യമാക്കേണ്ട സർക്കാർ അവർക്ക് നീതി ലഭിക്കുവാനുള്ള അവകാശം ഇല്ലാതാക്കുകയാണെന്നായിരുന്നു മുരളീധരന്റെ വിമർശനം. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ തന്നെ ചെയ്തിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യം, ആ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി വഖഫ് ട്രിബ്യൂണൽ തീരുമാനമെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. വഖഫ് ബില്ലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ബില്ലിനെ അനുകൂലിക്കാതിരുന്ന ഇന്ത്യ സഖ്യം ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ്. മുത്തലാഖിന്റെ കാര്യത്തിലും ഇതേ സമീപനമാണ് ഇവർ സ്വീകരിച്ചത്. രാജ്യത്തെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും നീതി ലഭ്യമാക്കുവാനുള്ള നടപടികളാണ് വഖഫ് ബില്ലിലൂടെ നടക്കുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. മുനമ്പത്തുകാർക്ക് പുത്തൻ ഉണർവേകി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ സന്ദർശനം. 3 ആഴ്ചയ്ക്കുള്ളിൽ ചട്ടരൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. റവന്യൂ അവകാശങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പത്തെ ജനത.
വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് നടത്തിയ സന്ദർശനം വലിയ ആശ്വാസമാണ് തീരദേശ ജനതയ്ക്ക് നൽകിയത്. 3 ആഴ്ചക്കുള്ളിൽ ചട്ടരൂപീകരണം നടത്തുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ്. മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടും വരെ കൂടെയുണ്ടാകുമെന്നും എല്ലാവിധ സംശയങ്ങളും പരിഹരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. വഖഫ് ഭേദഗതി നിയമം മുനമ്പംകാർക്ക് പ്രയോജനപ്പെടില്ലെന്ന LDF UDF പ്രചാരണത്തിനുള്ള മറുപടി കൂടിയായിരുന്നു ഇത്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ശാശ്വത പരിഹാരം കാണുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് മുനമ്പം ജനതയും പ്രതികരിച്ചു. മുനമ്പത്തെ നന്ദി മോദി പരിപാടിയിലെ ജനപങ്കാളിത്തം തന്നെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കുള്ള മറുപടിയാണെന്ന് യുവമോർച്ച നേതാവ് പി ശ്യാംരാജ് ചൂണ്ടിക്കാട്ടി. ബഹുഭൂരിപക്ഷവും ആളുകളും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് BJPയോടൊപ്പം തന്നെയാണുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പിന്നിൽ കാണുന്നത്. നമ്മളിപ്പോ കേന്ദ്രമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി നിൽക്കുന്നത് പള്ളിമുറ്റത്താണ്. അപ്പോൾ ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും സഭാ നേതാക്കന്മാരും വൈദികരുമെല്ലാം ഈ ഒരു വിഷയത്തിൽ BJPയോടൊപ്പം തന്നെയാണുള്ളത്. അവർക്ക് ഗുണകരമാകുന്ന വിഷയം ഏതാണോ അതുകൊണ്ട് തന്നെ അവർ BJPയോടൊപ്പമാണ് നിൽക്കുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷന്റെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകുന്നത് പോലെ 1-2 പേരുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമായിട്ട് അതിനെ കാണേണ്ട ആവശ്യമുള്ളൂ. LDFന്റെയും UDFന്റെയും കുപ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞ മുനമ്പം ജനത റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജനം, കൊച്ചി. നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. ഇന്ന് ED ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി. മുൻ അധ്യക്ഷ സോണിയ, പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവർക്കെതിരെ ഇന്നലെ ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവരെ 1ഉം 2ഉം പ്രതികളാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഇന്നലെയാണ് കുറ്റപത്രം നൽകിയത്. കേസ് 25-ന് പരിഗണിക്കും. സോണിയയ്ക്കും രാഹുലിനും മേൽ കുരുക്ക് മുറുകിയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി തെരുവിലേക്കിറങ്ങി. ഡൽഹിയിൽ AICC ആസ്ഥാനത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധം. राहुल गांधी जिंदाबाद, सोनिया गांधी जिंदाबाद, मोदी जब जब डरता है दिल्ली को आगे करता है, जिंदाबाद कांग्रेस पार्टी, जिंदाबाद कांग्रेस पार्टी, जिंदाबाद 1938-ലാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് പത്രം ആരംഭിച്ചത്. അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്നു പത്രം. 2010-ൽ സോണിയയ്ക്കും രാഹുലിനും 74% ഓഹരിയോടെ ആരംഭിച്ച യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡിന്റെ കോടിക്കണക്കിന് വില വരുന്ന വസ്തുക്കൾ തട്ടിയെടുത്തുവെന്നാണ് കേസ്. നാഷണൽ ഹെറാൾഡിന്റെ 5000-ഓളം വരുന്ന ഓഹരി ഉടമകൾ ഈ ഇടപാട് അറിഞ്ഞിരുന്നില്ല. കേസിൽ സോണിയയെയും രാഹുലിനെയും നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ജനം, ഡൽഹി. വ്യവസായി റോബർട്ട് വദ്ര EDക്ക് മുന്നിൽ വീണ്ടും ഹാജരായി. ഭാര്യയും വയനാട് MPയുമായ പ്രിയങ്കയ്ക്ക് ഒപ്പമാണ് വദ്ര ഡൽഹിയിലെ ED ഓഫീസിലെത്തിയത്. അതേസമയം കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ വൈര്യം തീർക്കുകയാണെന്ന് റോബർട്ട് വാദ്ര ആക്ഷേപിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, റോബർട്ട് വാദ്ര EDയുടെ മുമ്പിൽ ഹാജരായിരിക്കുന്നു. കൃത്യമായി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വീണ്ടും 12ാമത് തവണ വിളിച്ചു വരുത്തിയത്. അദ്ദേഹം വയനാട് MP കൂടിയായിട്ടുള്ള പ്രിയങ്കയ്ക്കൊപ്പമാണ് ഡൽഹിയിലെ ED ഓഫീസിൽ എത്തിയത്. പക്ഷേ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നതായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തുടർച്ചയായ 2ാം ദിവസമാണ് റോബർട്ട് വദ്ര ED ഓഫീസിൽ ഹാജരാകുന്നത്. ഇന്നലെ 2 കിലോമീറ്റർ അപ്പുറമുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് ED ഓഫീസിലേക്ക് നടന്നായിരുന്നു ഹാജരായത്. എന്നാൽ ഇന്ന് വയനാട് MPയും അതേപോലെ തന്നെ കോൺഗ്രസ് നേതാവുമായ പ്രിയങ്കയ്ക്കൊപ്പം കാറിലാണ് അദ്ദേഹം ED ഓഫീസിലേക്ക് എത്തിയത്. മാത്രമല്ല ED ഓഫീസിനുള്ളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പേ പ്രിയങ്കയെ ആലിംഗനം ചെയ്യുന്ന ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വാദ്രയ്ക്ക് കൃത്യമായ ഇടപാടുകൾ, ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്ക് വാദ്രയ്ക്കുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. 2008-ൽ നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ റോബർട്ട് വദ്രയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. അന്ന് 2008-ൽ അന്ന് ഹരിയാനയിൽ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. 58 കോടി രൂപയ്ക്ക് അവിടെ ഭൂമി വാങ്ങി എന്നുള്ളതാണ്. ക്ഷമിക്കണം, 7.5 കോടി രൂപയ്ക്ക് റോബർട്ട് വദ്ര 3.5 ഏക്കർ ഭൂമി വാങ്ങിയെന്നും അത് പിന്നീട് 50
58 കോടി രൂപയ്ക്ക് DLF എന്ന കമ്പനിക്ക് വിറ്റു എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത്. ഇതിൽ 51 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഏതാണ്ട് കഴിഞ്ഞ 11 തവണയായി 70 മണിക്കൂറിലധികം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്തു. ഇന്നലെ മാത്രം 6 മണിക്കൂറിലധികമാണ് റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ വീണ്ടും ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ ED ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ റോബർട്ട് വദ്ര ഹാജരായിട്ടുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതേസമയം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരം തീർക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെന്നുള്ളതാണ് റോബർട്ട് വദ്ര ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപം. മാത്രമല്ല കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തെളിവുകൾ നൽകിയിട്ടുണ്ടെന്നും ഇപ്പോൾ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നുള്ളതാണ് വാദ്രയുടെ ആക്ഷേപം. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് 51 കോടി രൂപയുടെ കള്ളപ്പണവാടുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. മാത്രമല്ല ലണ്ടനിലും അതേപോലെ തന്നെ ഹരിയാനയിലെ മറ്റിടങ്ങളിലും ഭൂമി ഇടപാട് വദ്ര നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും ചില കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോബർട്ട് വദ്രയെ ഡൽഹിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. വിനോ, ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് വയനാട് MP പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്രയെ ED തുടർച്ചയായി 2ാം ദിവസം ചോദ്യം ചെയ്യാനായി ഡൽഹിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയത്. റോബർട്ട് വദ്ര പ്രിയങ്കയ്ക്കൊപ്പമാണ് അവിടെ ചോദ്യം ചെയ്യലിന് ഹാജരായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ. മുർഷിദാബാദിൽ ഹിന്ദുക്കൾക്കെതിരെ നടന്ന ആക്രമണത്തിൽ ബംഗാൾ നിയമസഭയിൽ പ്രതിഷേധവുമായി BJP. മുർഷിദാബാദിൽ കൊല്ലപ്പെട്ട ഹിന്ദുക്കൾക്ക് ഓർമ്മയ്ക്കായി ഹിന്ദു ബലിദാന ദിവസം ആചരിക്കുകയാണ് BJP. ഇതിൻ്റെ ഭാഗമായി നിയമസഭയ്ക്ക് മുന്നിൽ പ്രതീകാത്മകമായി സ്മാരകവും ഒരുക്കിയിരുന്നു. സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. ക്ഷേമനിധി ബോർഡ് വിഹിതമായ 78 ലക്ഷം രൂപ ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു. ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്കായ സംഗീതിനെതിരെയാണ് ലോട്ടറി വകുപ്പ് ഡയറക്ടർ പോലീസിൽ പരാതി നൽകിയത്. ജനം ബ്രേക്കിംഗ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ബന്ധു നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ വിജിലൻസ് സംഘമാണ് ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്ക് സംഗീത് നടത്തിയ വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നത്. 2018, 19, 20 കാലയളവിൽ ഡയറക്ടറേറ്റിലെ ക്ഷേമനിധി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു വകുപ്പിന്റെ പ്രതിദിന വരുമാനത്തിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് മാറ്റുന്ന തുകയിൽ സംഗീത തിരിമറി നടത്തിയത്. 63 ലക്ഷം രൂപ ഇയാൾക്കായി വീട് വയ്ക്കുന്ന കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കുമാണ് സംഗീത് മാറ്റിയത്. സാമ്പത്തിക തിരിമറിയുടെ രേഖകൾ സംഗീത് പൂഴ്ത്തിയതായും ആരോപണമുണ്ട്. തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ 14-ാം തീയതി വകുപ്പ് ഡയറക്ടർ സംഗീതിനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. ലോട്ടറി വകുപ്പ് ഡയറക്ടറോട് വ്യാജമുദ്രയുണ്ടാക്കി അനധികൃത അവധിയെടുത്തതിന് 6 മാസം മുൻപ് സംഗീതിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ തട്ടിപ്പും പുറത്തു വരുന്നത്. സംഗീത് കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയിരിക്കാനുള്ള സാധ്യതകളും ലോട്ടറി വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ വിജിലൻസ്, ലോട്ടറി വകുപ്പ്, പോലീസ് എന്നിങ്ങനെ 3 അന്വേഷണങ്ങളാണ് ഇയാൾക്കെതിരെയുള്ളത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിന് സർക്കാരിൻ്റെ ക്ലീൻ ചിറ്റ്. അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നെത്തിയതിന് പിന്നാലെ ഫയൽ വിളിച്ചു വരുത്തി ഒപ്പിട്ടാണ് അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയത്. സ്വത്ത് സമ്പാദന ആരോപണത്തിലും PV ജനെതിരെ മൊഴി നൽകിയതിലും കേസെടുക്കണമെന്ന DGPയുടെ ശുപാർശകളിൽ അതേസമയം മുഖ്യമന്ത്രി തീരുമാനമെടുത്തിട്ടില്ല. സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ചതോടെ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിനടക്കം ഇനി പ്രതിസന്ധികളില്ലെന്നതാണ് ശ്രദ്ധേയം. PV അൻവർ അജിത് കുമാറിനെതിരെ ഉയർത്തിയ 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP സുജിത് ദാസ് സഹായം നൽകിയെന്നും ഇതിൽ അജിത് കുമാറിന് വിഹിതം ലഭിച്ചെന്നുമായിരുന്നു അൻവറിന്റെ 1ാമത്തെ ആരോപണം. ആരോപണം പൂർണ്ണമായും തെറ്റെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം സർക്കാരിനെ അറിയിച്ചതാണെന്നും 1.5 കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. കുറുവൻകോണത്തെ ഫ്ളാറ്റ് 10 ദിവസത്തിനുള്ളിൽ മറച്ചുവിറ്റുവെന്ന ആരോപണവും വിജിലൻസ് തള്ളി. 8 വർഷത്തിനു ശേഷം സ്വാഭാവികമായ വിലവർദ്ധനവിന്റെ അടിസ്ഥാനത്തിലാണ് വിൽപ്പന നടന്നത്. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെതിരെ അൻവർ ആരോപണമുയർത്തിയിരുന്നു. ഇതിലും അജിത്തിന് ക്ലീൻ ചിറ്റ് നൽകിയാണ് വിജിലൻസ് റിപ്പോർട്ട്. ജനം, തിരുവനന്തപുരം. IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. വകുപ്പ് സെക്രട്ടറിമാർക്കും മാറ്റം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അധിക ചുമതല ഹരിത V. കുമാർ IASന് നൽകി. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന്റെ സെക്രട്ടറിയായി ശ്രീരാം സാംബശിവ റാവു IASനെ നിയമിച്ചു. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ തർക്കം നിലനിൽക്കുമ്പോഴാണ് വകുപ്പ് സെക്രട്ടറിമാരുടെ ചുമതലയിൽ സർക്കാർ മാറ്റം വരുത്തിയിരിക്കുന്നത്. 12 IAS ഉദ്യോഗസ്ഥർക്കാണ് സ്ഥാനചലനമുണ്ടായത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ഷർമിള മേരി ജോസഫ് IASനെ
വനിതാ ശിശുക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി മാറ്റി. PRD സെക്രട്ടറി ആയിരുന്ന H. ഹരികിഷോർ IAS സെക്രട്ടറി നോർക്ക ഡിപ്പാർട്ട്മെന്റ്, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഫോർ ചീഫ് മിനിസ്റ്റർ. K. ശിവേന്ദ്രകുമാർ IAS സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. മിർ മുഹമ്മദ് അലി IAS MD ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓപ്പറേഷൻ. ശ്രീറാം സാംബശിവറാവു IAS സെക്രട്ടറി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഹരിതാവി കുമാർ IAS അധിക ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഡോക്ടർ V. ശ്രീറാം IAS MD ഫിനാൻസ് കോർപ്പറേഷൻ. ഡോക്ടർ ചിത്ര S. IAS അഡീഷണൽ സെക്രട്ടറി ഫിനാൻസ് എക്സ്പെൻഡിച്ചർ തുടങ്ങിയവയാണ് മാറ്റം. ജനം, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിൽ SFIO റിപ്പോർട്ടിന്മേലുള്ള കീഴ്ക്കോടതി തുടർ നടപടികൾക്ക് ഹൈക്കോടതിയുടെ വിലക്ക്. CMRL ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. വിഷയത്തിൽ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചല്ല കേസെടുത്തതെന്നും കമ്പനി നിയമത്തിലെ നടപടിക്രമം അനുസരിച്ചാണെന്നും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം കോടതിയിൽ വ്യക്തമാക്കി. CMRLന്റെ ഹർജിയിലായിരുന്നു കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ ഈ മറുപടി. അധ്യാപകരുടെ PF അക്കൗണ്ട് ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമിച്ച അധ്യാപകൻ മലപ്പുറത്ത് അറസ്റ്റിൽ. കാടാമ്പുഴ AUP സ്കൂളിലെ അധ്യാപകനായ സൈദലവിയാണ് അറസ്റ്റിലായത്. കാടാമ്പുഴ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സ്കൂളിലെ പ്രധാന അധ്യാപകൻ അറിയാതെയായിരുന്നു തുക മാറ്റാൻ ശ്രമം. സൈദലവിക്കെതിരെ 8 കേസുകൾ നിലവിലുണ്ട് എന്ന് പോലീസ് അറിയിച്ചു. മോഷണശ്രമം അടക്കമുള്ള കേസുകളാണ് ഇവ. സൈദലവി AUP സ്കൂളിലെ സ്ഥിരം അധ്യാപകനാണ്. അറസ്റ്റിലായ ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ. തൃശൂർ പൂരത്തിൻ്റെ വരവറിയിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിൻ്റെ കാൽനാട്ടി. ഭൂമി പൂജയ്ക്ക് ശേഷമാണ് കാൽനാട്ട് കർമ്മം നടന്നത്. 100 അടി ഉയരമുള്ള പന്തലാണ് ഇത്തവണ ഉയരുക. തൃശൂർ പൂരത്തിന്റെ ആദ്യ ചടങ്ങാണ് പൂരപ്പന്തലുകളുടെ കാൽനാട്ട് കർമ്മം. മണികണ്ഠനാലിൽ ആദ്യ പന്തലിനു കാൽനാട്ടി പാറമേക്കാവ് ദേവസ്വം. കാൽനാട്ടിന് മുന്നോടിയായി മേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമി പൂജ നടത്തി. കുഴിയിൽ നാണയങ്ങൾ അർപ്പിച്ചു. ദേശക്കാരും വിശിഷ്ടാതിഥികളും ചേർന്ന് പന്തലിന് കാൽനാട്ടി. അടി ഉയരത്തിലാണ് ഇത്തവണ പാറമേക്കാവിന്റെ ഭീമൻ പന്തൽ ഉയരുക. ബഹുനില പന്തൽ ഒരുക്കുന്നത് എടപ്പാൾ നാദം സൗണ്ട് ഇലക്ട്രിക്കൽസ് ഉടമ C. ബൈജു ആണ്. പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞ് പൂരം കെങ്കേമമാകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രനും പറഞ്ഞു. ആദ്യം ആനെഴുന്നള്ളിപ്പിന്റെ പ്രതിസന്ധിയായിരുന്നു, അത് മാറിക്കിട്ടി. പിന്നെ വെടിക്കെട്ടിന്റെ പ്രതിസന്ധിയാണ്, അത് ഇന്നലെ തീർന്നു. ഇന്ന് ദേശക്കാരെല്ലാവരും കൂടി പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠലാലിന്റെ പന്തലിന്റെ കാൽനാട്ടാണ് ചെയ്തത്. കാരേക്കാട് രാമൻ നമ്പൂരിയുടെ പൂജകൾക്ക് ശേഷം ദേശക്കാരെല്ലാവരും ചേർന്നിട്ട് ഈ കാൽനാട്ട് നടത്തി. ആതിഥേയ സ്ഥാനത്ത് നിന്ന് 2025 പൂരം ഗംഭീരമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നന്നായി നടക്കുന്നുണ്ട്. നമ്മുടെ ദേവസ്വങ്ങളും കേരള സർക്കാരും ജില്ലാ ഭരണകൂടവും ഒത്തൊരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഈ പൂരം ഗംഭീരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഒരു പിഴവുമില്ലാത്ത വിധത്തിൽ ആസ്വാദകർക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള പൂരമാക്കി മാറ്റി തീർന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു വരുന്നുണ്ട്. നടുവിലാലിലും നായ്ക്കനാലിലുമാണ് തിരുവമ്പാടിയുടെ പൂരപ്പന്തലുകൾ ഉയരുക. ഇതിന്റെ കാൽനാട്ട് കർമ്മം ഈ മാസം 25 നടക്കും. ദൃശ്യഭംഗിക്കപ്പുറം ആചാരപരമായ സവിശേഷതകൾ ഈ പന്തലുകൾക്കുണ്ട്. പൂരനഗരിയിലേക്ക് പ്രവേശിക്കും മുമ്പേ വിവിധ ദേവീദേവന്മാർ ഈ പന്തലുകളിലാണ് നിലയുറപ്പിക്കുക. ഈ പന്തൽ ഉയരുന്നതോടുകൂടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന പൂരപ്രേമികളുടെ മനസ്സിൽ പൂരാവേശം കൂടി ഉയർന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് മനുവിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം. മേടമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടയ്ക്കാൻ 2 ദിവസം ശേഷിക്കെ സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. 22,336 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. പൂജകൾ പൂർത്തിയാക്കി 18-ാം തീയതി രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഹരിഹരസുതനെ, ധർമ്മശാസ്താവേ, പൊന്നമ്പലവാസനെ, സത്യസ്വരൂപനെ, ശബരിഗിരിനാഥനെ, ശരണഘോഷപ്രിയനെ, മഹാഗണപതി ഭഗവാനെ, മാളികപ്പുറത്തമ്മ സർവേശ്വരിയെ, സുബ്രഹ്മണ്യ സ്വാമിയെ, വെൺഗുരുനാഥനെ,
മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ ഭക്തജന തിരക്കാണ് കഴിഞ്ഞ 4 ദിവസങ്ങളായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെയും ഫ്ലൈ ഓവറും നടപ്പന്തലും ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. 10-ാം തീയതി വരെ മലയാളികളായിരുന്നു കൂടുതലായി എത്തിയതെങ്കിൽ കഴിഞ്ഞ 4 ദിവസങ്ങളായി ദർശനത്തിനെത്തുന്ന അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കൂടുതലായി എത്തുന്നു. കുട്ടികളുടെ ചോറൂണ് ചടങ്ങിനെത്തുന്നവരുമുണ്ട്. കുഞ്ഞിനെ കൊണ്ട് നടക്കാൻ ഇച്ചിരി പ്രയാസമാണ്, കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ. വലിയ തിരക്കില്ല, കഴിഞ്ഞാൽ വന്നേക്കാൻ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഇല്ലില്ല തിരക്കൊന്നും ഇല്ലായിരുന്നു. ഉറക്കമായിരുന്നു ആള്. ഇപ്പോഴിവിടെ വന്നപ്പോഴാണ് എഴുന്നേറ്റ്. എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ്, ചേട്ടൻ്റെ കുഞ്ഞ്. അപ്പോൾ ചേട്ടനും ചേച്ചിയാണ് ദുബായിൽ, അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചേച്ചിയുടെ അമ്മ, പിന്നെ ബ്രദറ്, പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, രസി ചെയ്തിക്ക് വേണ്ടി പോയേക്ക്. ഇപ്പോൾ 1 വയസ്സായവർക്ക് അല്ല, ഏറ്റവും സ്ഥിരമായിട്ടുണ്ടായിരുന്നു. എന്നാലും അല്ല, ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പം പ്രായമായി കഴിഞ്ഞപ്പോൾ ആദ്യം തിരക്ക് കുഴപ്പമില്ലായിരുന്നു. കയറാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. നോർമലി തിരക്ക് ഇച്ചിരി കുറവായിരുന്നു, മറ്റുള്ള ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് കുറവായിരുന്നു ഇന്ന് തോന്നി. നടപ്പന്തൽ, അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, മാളികപ്പുറത്തിന് സമീപം, മരാമത്ത് കെട്ടിടത്തിന് മുൻഭാഗം, അരവണ കൗണ്ടറിന് മുൻഭാഗം എന്നിവിടങ്ങളിലെല്ലാം വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ തിരക്കുണ്ട്. 18-ാം തീയതി രാത്രി 10 മണിക്ക് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നതോടെ 18 ദിവസം നീണ്ടുനിന്ന ദർശനകാലത്തിന് സമാപനമാകും. ജനം സന്നിധാനം. മലപ്പുറം എടക്കരയിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടം. സോളാർ ഫെൻസിംഗ് തകർത്താണ് ആനകൾ ജനവാസ കേന്ദ്രത്തിൽ എത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് പുലർച്ചെ വരെ മേഖലയിൽ 4 ആനകൾ ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മലപ്പുറത്ത് കാട്ടാന ആക്രമണം തുടരുന്ന പ്രദേശമാണ് എടക്കര. അവിടെ ജനവാസ കേന്ദ്രത്തിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നു. സോളാർ ഫെൻസിംഗ് ഒക്കെ ആനകൾ തകർത്തിട്ടുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, മലപ്പുറം എടക്കരയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. 4 കാട്ടാനകളാണ് ഇവിടെ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നത്. ഫെൻസിംഗ് അടക്കം തകർത്തുകൊണ്ടാണ് കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് വനപ്രദേശം കൂടിയാണ്. അതിന് വനത്തിനോട് 100 മീറ്റർ ഇപ്പുറത്താണ് കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഇടം ഉള്ളത്. ഉണിച്ചന്തം, എടക്കരയിലെ ഉണിച്ചന്തം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ കാട്ടാനകൾ കൂട്ടമായി എത്തിയത്. പിന്നീട് കാട് കയറുകയാണ് ഉണ്ടായത്. ഈ മേഖലയിൽ പല സമയത്തും ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങാറുണ്ട്. ഇത് കാര്യക്ഷമമല്ലാത്ത അല്ലെങ്കിൽ ഗുണമില്ലാത്ത, ശക്തി ഉറപ്പില്ലാത്ത രീതിയിലുള്ള ഫെൻസിംഗ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ മാറ്റി പകരം ശക്തമായ അല്ലെങ്കിൽ ഉറപ്പുള്ള ഫെൻസിംഗ് സ്ഥാപിക്കണം എന്നൊരു ആവശ്യം നേരത്തെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് താൽക്കാലിക പ്രതിഷേധത്തിനിടെ ഒരു തട്ടിക്കൂട്ട് ഫെൻസിംഗ് ഇവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ മാത്രമല്ല, ഈ നിലമ്പൂർ ഭാഗങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ ഉറപ്പില്ലാത്ത ഫെൻസിംഗ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനെതിരെ മുൻപും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കാട്ടാനകൾ ഫെൻസിംഗ് അടക്കം തകർത്തുകൊണ്ട് ഇപ്പൊ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. മുൻപ് ഈ എടക്കര പ്രദേശത്ത് തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവം അടക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിലമ്പൂരിലെ മറ്റ് കരുളായിയിലും മറ്റ് കരുവാരക്കുണ്ട് അടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിൽ അടക്കം ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായ മേഖലയാണ്. ജനങ്ങൾക്കു നേരെയുള്ള ആക്രമണത്തിന് പുറമെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ കൂടി തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ വലിയ ഭീതിയിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ കഴിയുന്നത്. എന്നിട്ടും കൃത്യമായ നടപടികൾ ഇല്ലാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. വിനോദ്, മലപ്പുറം എടക്കര മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം. കാട്ടാന ആക്രമണത്തെ തുടർന്ന് 3 പേർ മരണപ്പെട്ടതോടെ ആതിരപ്പള്ളിയിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. കടകൾ അടഞ്ഞുകിടക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ പോലീസിന്റെ സഹായത്തോടെ കടത്തിവിടുന്നുണ്ട്. അരൂർ മൂഴി വെറ്റിലപ്പാറ റോഡ് ഉപരോധിച്ച ജനകീയ സമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. നാപ്കിനുകൾ ഉൾപ്പെടെ സംസ്കരിക്കുന്ന വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രോജക്റ്റാണ് സർക്കാർ നടപ്പാക്കാൻ തുനിയുന്നത്. ഇതിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി. എന്നാൽ വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് നടത്തിയാൽ മണ്ണും ജലവും ഉൾപ്പെടെ മലിനമാകുമെന്നും സാമൂഹ്യ ആഘാത പഠനം നടത്താതെയുള്ള സർക്കാർ നീക്കം ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ജനം എക്സ്ക്ലൂസീവ്. പാലക്കാട്
പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പുതുശ്ശേരി പഞ്ചായത്തിലെ 33.5 ഏക്കർ ഭൂമിയിലാണ് നാപ്കിനുകളും കോണ്ടവുമൊക്കെ സംസ്കരിക്കുന്ന വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്ട് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. പദ്ധതിക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ മാർച്ച് 7-ന് തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇറക്കി. എന്നാൽ ജില്ലയുടെ തന്നെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മലമ്പുഴ ഡാമിനരികിൽ കൃത്യമായ സാമൂഹിക ആഘാത പഠനം പോലും നടത്താതെ ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നതിൽ വലിയ ആശങ്കയിലാണ് പരിസ്ഥിതി സ്നേഹികൾ. കേരളത്തിൻ്റെ വൃന്ദാവനമാണ് മലമ്പുഴ. ആ മലമ്പുഴയെ കേരളത്തിൻ്റെ മാലിന്യപ്പറമ്പാക്കാനുള്ളൊരു നീക്കമാണ് സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി സ്വാഭാവികമായിട്ടും നടപ്പിലായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇവിടെ എത്തി കുഴിച്ചു മൂടുക എന്നതാണ് ആ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി നടപ്പിലായിട്ടുണ്ടെങ്കിൽ സമീപത്തുള്ള ഡാമിലെ ജലം മലിനീകരിക്കപ്പെടുമോ എന്ന ആശങ്ക വളരെ ശക്തമാണ്. അതോടൊപ്പം തന്നെ ഇത് വന്യമൃഗങ്ങളെയും ബാധിക്കും എന്നൊരാശങ്കയും പൊതുസമൂഹത്തിനിടയിലുണ്ട്. എന്നാൽ ഈ വിഷയം സംബന്ധിച്ച് അതത് വകുപ്പുകൾ കൃത്യമായ പഠനം നടത്തി അത് പഠനം നടത്തുന്നതിനോ നാളിതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ പദ്ധതിയുടെ ഭാഗമായി എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട്. മാത്രമല്ല പദ്ധതിയുടെ മിക്ക വിവരങ്ങളും മറച്ചുവെച്ചിരിക്കുകയാണെന്നും ആക്ഷേപം ഉണ്ട്. സംസ്ഥാനത്തെ ഏക മെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജിന് തൊട്ടടുത്താണ് പുതിയ പദ്ധതി വരുന്നത്. മലമ്പുഴ ഡാമിന് സമീപം മെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ തന്നെ വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കെയാണ് മറ്റൊരു പദ്ധതി കൂടി കൊണ്ടുവരുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. തനിക്കെതിരായ ഗൂഢാലോചനയിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്കെതിരായ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നും KM എബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ പറയുന്നു. KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ പരാമർശങ്ങൾ ഇങ്ങനെ: ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന 2 പേർക്ക് കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ട്. താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ ഇവരുടെ അഴിമതി കണ്ടെത്തിയിരുന്നു. 3 പേരും സംസാരിച്ച ഫോൺ വിളികളുടെ ശബ്ദരേഖാ തെളിവുകൾ തന്റെ പക്കലുണ്ട്. 2015 മുതൽ ഗൂഢാലോചന തുടങ്ങിയെന്നും കത്തിൽ പറയുന്നു. താൻ സ്ഥാനത്ത് തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്കെതിരായ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നും എബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ പരാമർശിക്കുന്നുണ്ട്. മുൻ വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിനെ കൂടി ലക്ഷ്യമിട്ടാണ് KM എബ്രഹാമിന്റെ നീക്കങ്ങളെന്നാണ് സൂചന. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് KM എബ്രഹാം കാര്യങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ജനം, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് നിർണായകം. ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 2 പ്രവൃത്തി ദിനം മാത്രം ബാക്കി നിൽക്കെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം നിർണായകമാകും. സർക്കാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ എന്ന വിശ്വാസത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇവർ തുടരുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പെരുമാറ്റച്ചട്ടം കണക്കിലെടുത്ത് സമരം പിൻവലിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഉദ്യോഗാർത്ഥികൾക്ക് ആകെയുള്ള പ്രതീക്ഷ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗമാണ്. യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നും നിയമന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നുമാണ് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസഭാ യോഗം തിരിച്ചടിയായാൽ ഇതുവരെയുണ്ടായ സമര പോരാട്ടങ്ങളെല്ലാം വൃഥാവിലാകും. കഴിഞ്ഞ 14 ദിവസമായി ഉദ്യോഗാർത്ഥികൾ സമരത്തിലാണ്. നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വ്യത്യസ്ത സമരമുറകളും ഉദ്യോഗാർത്ഥികൾ പരീക്ഷിച്ചു. അതുപോലെ സർക്കാർ ഞങ്ങൾക്കൊരു അവസരം കൂടി തരണം ഞങ്ങളോട് ചോദിക്കാൻ. അപ്പോൾ ഇനിയുള്ള വളരെ എണ്ണപ്പെട്ട ദിനങ്ങൾ 2-3 ദിവസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഞങ്ങൾക്ക് നല്ലൊരു വേക്കൻസി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന്. അതേസമയം സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവരുന്ന സമരം അനന്തമായി നീണ്ടുപോവുകയാണ്. സർക്കാരിന് പ്രതീക്ഷയുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന സാഹചര്യത്തിൽ ആശമാർ സമരം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാർ കരുതുന്നത്. എന്നാൽ ആവശ്യം നേടിയെടുക്കുന്നതുവരെ സമരം തുടരാനാണ് ആശമാരുടെ തീരുമാനം. ജനകീയ സർക്കാർ എന്ന് അഭിപ്രായപ്പെടുന്ന CPM ഭരണകൂടത്തിൽ നിന്നാണ് ആശമാർക്കും CPO ഉദ്യോഗാർത്ഥികൾക്കും ഈ ദുരവസ്ഥയുണ്ടാകുന്നത്. സ്ത്രീപക്ഷ സമരങ്ങളോട് എന്നും നിഷേധാത്മക സമീപനം സ്വീകരിച്ച പിണറായി സർക്കാരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. ജനം, തിരുവനന്തപുരം. ആലപ്പുഴ
അരിക്കുറ്റിയിൽ അയൽവാസികൾ തമ്മിലുള്ള വഴക്കിനിടെ ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിയേറ്റ് വീട്ടമ്മ മരിച്ചു. അരിക്കുറ്റി സ്വദേശി ശരവണന്റെ ഭാര്യ വനജയാണ് കൊല്ലപ്പെട്ടത്. പ്രതികളിൽ ഒരാൾ പോലീസ് കീഴടങ്ങി. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. വനജയുടെ വീട്ടുകാരും അയൽവാസിയായ വിജേഷിന്റെ വീട്ടുകാരുമായി തർക്കമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ഇവർ തമ്മിൽ തർക്കവും തുടർന്ന് അടിപിടിയും ഉണ്ടായതായി പോലീസ് പറയുന്നു. ഇതിനിടെയാണ് വനജയുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിയേറ്റത്. അടിയേറ്റ് ബോധരഹിതയായ വനജയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തർക്കത്തിനിടെ ആരുടെ കയ്യിൽ നിന്നാണ് വനജയ്ക്ക് അടിയേറ്റതെന്ന് വ്യക്തമായിട്ടില്ല. അയൽവാസികളായ വിജേഷും ജയേഷും ഒളിവിലാണ്. കേസിൽ വനജയുടെ മകൻ ഉൾപ്പെടെ 2 പേരെ അരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയവർക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കി. ജനം, ആലപ്പുഴ. പ്രസവ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വിചിത്ര പരാമർശം നടത്തിയ SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് പിന്തുണയുമായി കൂടുതൽ സംസ്ഥാന നേതാക്കൾ രംഗത്ത്. പ്രസവ ശസ്ത്രക്രിയ എന്നത് ഡോക്ടർമാർ നടത്തുന്ന തട്ടിപ്പാണെന്നും ഒരു കുട്ടി വയറ്റിൽ 4 വർഷം വരെ കിടക്കുമെന്നുമായിരുന്നു AP അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ വിവാദ പ്രസ്താവന. സ്ത്രീയുടെ ഗർഭം 4 വർഷം വരെ നീളും എന്നുള്ള അസാധ്യമായ കാര്യമാണ് എന്ന ശാസ്ത്രം പറയില്ല എന്നാണ് ഷുഹൈബ് ഹൈതമിയുടെ പ്രസ്താവന. ശരീഅത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനവും പിന്തുണയും അർപ്പിച്ച് കൂടുതൽ സംസ്ഥാന നേതാക്കൾ രംഗത്ത് വരികയാണ്. സിസേറിയൻ വെറും തട്ടിപ്പാണെന്നും വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കുമെന്നുമാണ് പ്രസവവുമായി ബന്ധപ്പെട്ട് SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തിയ വിചിത്ര പ്രസ്താവന. 4 വർഷം വരെ ഒരു കുട്ടി വയറ്റിൽ കിടക്കാം, അതുകൊണ്ട് 10 മാസമായി പോയി ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ പ്രസവിക്കും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അള്ളാഹുത്താല വയറ്റിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ അള്ളാഹുത്താല ഇത് പുറത്തേക്ക് കൊണ്ടുവരും. അതിന് സീസറിന്റെ ആവശ്യം ഇല്ല. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരണപ്പെട്ട സാഹചര്യത്തിലാണ് 3 വർഷം മുമ്പുള്ള ഹക്കീം അസ്ഹരിയുടെ പ്രസംഗം വീണ്ടും വിവാദത്തിലാകുന്നത്. ഇതിനിടയിലാണ് AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് പിന്തുണയുമായി സമസ്ത ഐക്യ വിഭാഗം നേതാവായ ഷുഹൈബുൽ ഹൈതമി രംഗത്ത് വന്നത്. 4 വർഷമുള്ള പ്രസവം ഇസ്ലാമിസത്തിൽ പറയുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഒരു സ്ത്രീയുടെ ഗർഭം 4 വർഷം വരെ നീളുകയെന്നത് അസാധ്യമായ കാര്യമാണെന്ന് ശാസ്ത്രം പറയുന്നില്ലെന്നും ഷുഹൈബുൽ ഹൈതമി അഭിപ്രായപ്പെട്ടു. പുരുഷന് പ്രസവിക്കാമെന്ന് നേരത്തെ നിരീക്ഷിച്ച ഇസ്ലാം പണ്ഡിതരുണ്ടെന്നും പുരുഷനും പ്രസവിക്കാൻ കഴിയും എന്നിടത്താണിപ്പോൾ ശാസ്ത്രം എത്തി നിൽക്കുന്നതെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ശരീഅത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നിൽ സമസ്ത പോലുള്ള സംഘടനകൾക്കും പങ്കുണ്ടെന്ന വിമർശനം ഉയരുമ്പോഴാണ് സമസ്തയ്ക്കുള്ളിലെ കൂടുതൽ നേതാക്കൾ വീട്ടിലെ പ്രസവത്തെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത്. ജനം, കോഴിക്കോട്. ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് സൗജന്യമായി ഫുട്ബോൾ പരിശീലനം നൽകി മാതൃക ആവുകയാണ് എറണാകുളം അരയൻകാവ് ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. 180ഓളം കുട്ടികൾക്കാണ് നിലവിൽ പരിശീലനം നൽകുന്നത്. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജേഴ്സിയും ബൂട്ടും സൗജന്യമായി ലഭ്യമാക്കാനും സംഘാടകർക്കായി. ലഹരികൾക്ക് അടിമകളാവുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ ആകണം ലഹരി എന്ന സന്ദേശം പകർന്നുകൊണ്ടാണ് എറണാകുളം അരയൻകാവ് ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. 150ഓളം കുട്ടികൾക്ക് സൗജന്യമായാണ് കോച്ചിംഗ് നൽകുന്നത്. ജേഴ്സി, ബൂട്ട് തുടങ്ങിയ കളിക്ക് ആവശ്യമായ സാമഗ്രികളും സൗജന്യമായി നൽകുന്നുണ്ട്. ഇത്രയും കുട്ടികൾ, നിങ്ങൾ കാണുന്ന ഇത്രയും കുട്ടികൾക്ക് നമ്മൾ സൗജന്യമായിട്ടാണ് ദുർഗ ക്ലബ്ബ് ഫ്രീ ആയിട്ടാണ് കോച്ചിങ് കൊടുക്കുന്നത്. അതുപോലെ ബൂട്ട്, ജേഴ്സി എന്നിവയെല്ലാം ഇവിടുന്ന് തന്നെ സൗജന്യമായിട്ട്. അത് ഇത്രയും വർഷം ക്ലബ്ബ് തുടങ്ങി ഇത്രയും വർഷം കുട്ടികൾ ഗ്രൗണ്ടിൽ വരുമ്പോഴേക്കും ക്ലബ്ബാണ് ഇവർക്ക് സ്പോൺസർ ചെയ്ത് ഇത്രയും സാധനങ്ങൾ നമുക്ക് കൊടുക്കുന്നത്. ബൂട്ട്, ജേഴ്സി, അതുപോലെ തന്നെ സൗജന്യമായിട്ട് ഫീസ് എല്ലാം ഇവിടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃപ്പക്കുടം കളിക്കളത്തിൽ നടക്കുന്ന ക്യാമ്പിൽ കുട്ടികൾക്കും വനിതകൾക്കും പ്രത്യേകമാണ് പരിശീലനം ലഭ്യമാക്കുന്നത്. കുട്ടികളെ മികച്ച താരങ്ങളായി വാർത്തെടുക്കുന്നതോടൊപ്പം മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും രക്ഷിച്ച് സമൂഹത്തിലെ മികച്ച വ്യക്തിത്വങ്ങളാക്കി പുതുതലമുറയെ മാറ്റുക എന്ന ലക്ഷ്യവും ഈ ക്യാമ്പിന് പിന്നിലുണ്ട്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ലഹരിക്കാതെ ചെറിയ മക്കളാണ് ലഹരിയിൽ പെട്ടുപോകുന്നത്. പക്ഷെ ഇവരുടെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളാണ്. രാവിലെ എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ വരിക, അവരെ ഫുട്ബോളാണ് അവരത് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ കേരളത്തിലെ മികച്ച പരിശീലകരാണ് എത്തുന്നത്. വിവിധ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ പിന്തുണയും ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നു. ജനം, കൊച്ചി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഗുഡ്സ് ഓട്ടോ അജ്ഞാതർ തീ ഇട്ട് നശിപ്പിച്ചു. പെരുവട്ടൂർ നടേരി സ്വദേശി കുഞ്ഞിക്കനാലിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ്
തീയിട്ട് നശിപ്പിച്ചത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീടിൻ്റെ പോർച്ചിൽ നിർത്തിയിട്ട ഓട്ടോ കത്തുന്നത് കണ്ട വീട്ടുകാർ തന്നെയാണ് തീ അണച്ചത്. അപ്പോഴേക്കും ഓട്ടോ പൂർണ്ണമായും കത്തിയിരുന്നു. തക്ക സമയത്ത് തീ അണയ്ക്കാൻ സാധിച്ചതുകൊണ്ട് വീട്ടിനകത്തേക്ക് തീ പടർന്നില്ല. കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഓട്ടോ മനഃപൂർവ്വം കത്തിച്ചതാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ജമ്മു കാശ്മീരിലെ കിഷ്തൂറിൽ ഭൂചലനം 2.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ന് രാവിലെ 5:15ഓടെയാണ് അനുഭവപ്പെട്ടത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 5 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഇന്ന് രാവിലെ ഭൂചലനം ഉണ്ടായിരുന്നു. അഫ്ഗാനിൽ 5.6 തീവ്രത രേഖപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനിൽ റിക്ടർ സ്കെയിലിൽ 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ത്യൻ സമയം പുലർച്ചെ 4:43 അനുഭവപ്പെട്ടത്. ഹിന്ദുക്കുഷ് മേഖലയാണ് പ്രഭവകേന്ദ്രം എന്നുള്ളതാണ് റിപ്പോർട്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 75 കിലോമീറ്റർ താഴ്ചയിൽ ഭൂകമ്പം അനുഭവപ്പെടുകയായിരുന്നു. ഇതിനിടെ പ്രകമ്പനങ്ങൾ ഡൽഹിയിൽ അനുഭവപ്പെട്ടതായും അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഹമാസ്. 6 ആഴ്ചത്തെ വെടിനിർത്തലാണ് മധ്യസ്ഥരായ ഈജിപ്റ്റ് വഴി ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നുള്ള ഇസ്രായേൽ നിർദ്ദേശം ഹമാസ് തള്ളുകയായിരുന്നു. ഹമാസ് കസ്റ്റഡിയിലുള്ള ബന്ദികളിൽ പകുതി പേരുടെ മോചനം ഉറപ്പാക്കണമെന്നും ഇസ്രായേൽ നിർദ്ദേശത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. 6 ആഴ്ചത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഇസ്രായേലിന്റെ നിലപാട്. ഹമാസ് കസ്റ്റഡിയിൽ കഴിയുന്ന പകുതിയോളം ബന്ദികളുടെ മോചനവും ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടു. മധ്യസ്ഥ രാജ്യമായ ഈജിപ്റ്റ് വഴി നൽകിയ നിർദ്ദേശത്തിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയത്. എന്നാൽ നിർദ്ദേശം സ്വീകാര്യമല്ല എന്ന നിലപാടാണ് ഹമാസിൻ്റേത്. വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെ ഗാസയിൽ വിന്യസിച്ച ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും ഹമാസ് ആവശ്യം ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ബന്ദികളുടെ മോചനം ഒറ്റയടിക്ക് സാധ്യമാക്കാമെന്ന നിലപാടുമാണ് ഹമാസിൻ്റേത്. ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയും ഇക്കാര്യത്തിൽ ഇസ്രായേലിനുണ്ട്. അതേസമയം പുനർനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ഗാസയുടെ നിയന്ത്രണം ഒഴിയാൻ തയ്യാറെന്ന സൂചന ഹമാസ് നൽകുന്നുണ്ട്. പുനർനിർമ്മാണത്തിന് സ്വതന്ത്ര സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സമിതിയെ നിയോഗിക്കണം. ഈജിപ്റ്റ് വഴി നൽകിയ ഹമാസിന്റെ വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി ഇക്കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉച്ചവാർത്ത പൂർത്തിയാവുന്നു. നമസ്തേ.